പാലക്കാട് എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകി മന്ത്രി എം.ബി. രാജേഷ്. പ്രതിപക്ഷത്തിന് നിയമസഭയിൽ ആക്ഷേപം ഉന്നയിക്കാൻ ധൈര്യമുണ്ടായില്ല. അടിയന്തര പ്രമേയം പോലും സഭയിൽ അവതരിപ്പിച്ചില്ലെന്നും പ്രതിപക്ഷവും ബി.ജെ.പിയും മാധ്യമങ്ങളും ചേർന്ന് നുണപ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. സച്ചിൻ വള്ളിക്കട തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിനും അതേപോലെ തന്നെ ബി.ജെ.പിക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് രൂക്ഷമായ ഭാഷയിൽ മന്ത്രി എം.ബി. രാജേഷ് നൽകിയിട്ടുള്ളത്. അതായത് തുടക്കം മുതൽ തന്നെ വികസന പദ്ധതിക്ക് എതിരെ നിൽക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷവും ബി.ജെ.പിയും സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ പാലക്കാട്ടെ സ്പിരിറ്റ് നിർമ്മാണ കമ്പനിക്കെതിരെയും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യമാണ് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ അഴിമതി ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതൊന്നും യാതൊരുവിധ അടിസ്ഥാനരഹിതവുമായ ആരോപണമാണെന്ന് പിന്നീട് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ പാലക്കാട് സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ല എന്ന കാര്യവും മന്ത്രി ഉന്നയിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായി ടെൻഡർ വിളിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് പ്രതിപക്ഷവും ഉന്നയിച്ചത്. എന്നാൽ അതും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന രീതിയിലേക്ക് മാറി. പിന്നീട് അവസാനമാണ് പാലക്കാട് എലപ്പുള്ളി പ്രദേശത്ത് ജലചൂഷണം ഉണ്ടാകുമെന്ന രീതിയിൽ ജനങ്ങളെ ഒന്നാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണം പ്രതിപക്ഷവും ബി.ജെ.പിയും സ്വീകരിച്ചിട്ടുള്ളത്. അതിനുള്ള പിന്തുണ മാധ്യമങ്ങളും നൽകി എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി. ഒരു തുള്ളി വെള്ളം ഇതിനെടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്തുന്നത് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ. ഒരു കാര്യം അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരവും നൽകിയിട്ടുള്ളത്. മധ്യപ്രദേശിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഒയാസിസിന് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്നത്. പിന്നെ പ്രധാന പ്ലാന്റ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ ലൈസൻസ് ലഭിക്കുന്നത് 2000-ലാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ദിഗ്വിജയ് സിംഗ് എന്നാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ശ്രീ വി.ഡി. സതീശന് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കാം എത്ര കിട്ടി എന്ന്. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെയാണ് ഈ പദ്ധതി പാലക്കാട് എലപ്പുള്ളിയിൽ വരുന്നത് എന്ന കാര്യം മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് അടിസ്ഥാനരഹിതവും കള്ളവുമാണ് എന്ന കാര്യം ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം പഞ്ചായത്തിനെ അറിയിച്ചുകൊണ്ടാണ് KSIDC യോഗം അടക്കം വിളിച്ചിട്ടുള്ളത്. ശരി സച്ചിൻ, ഇക്കാര്യങ്ങളൊക്കെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന വാദവും ഇന്ന് പൊളിഞ്ഞു. സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നത് അറിഞ്ഞില്ലെന്ന എലപ്പുള്ളി പഞ്ചായത്തിന്റെ വാദമാണ് പൊളിഞ്ഞത്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് KSIDC അയച്ച യോഗത്തിന്റെ കത്ത് പുറത്തു വന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 14-നാണ് KSIDC എലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട യോഗത്തിന്റെ അറിയിപ്പ് പഞ്ചായത്തിന് കൈമാറിയത്. ഫെബ്രുവരി 26-ന് നടന്ന ഓൺലൈൻ യോഗത്തിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പങ്കെടുക്കുകയും ചെയ്തു.